വേതനം എവിടെ അധികാരികളെ? പറയൂ പറയൂ അധികാരികളെ. ഞങ്ങൾ നിങ്ങൾ അടിമകളോ? വീടിയെടുത്ത തൊഴിലാളികളെ. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോ ചിത്രീകരിച്ചവർക്ക് വേതനം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ധർണ സംഘടിപ്പിച്ചു. രാത്രി എന്നോ പകലെന്നോ 24 മണിക്കൂറും നമ്മൾ പണി ചെയ്തില്ലേ? വേതനം എവിടെ അധികാരികളെ? പറയുന്നതാരെന്നറിയാമോ? CITU പ്രസ്ഥാനം, തൊഴിലാളികളുടെ പ്രസ്ഥാനം. വേതനം അനുവദിക്കാതെയും കരാർ ദുർവ്യാഖ്യാനം ചെയ്ത ഉദ്യോഗസ്ഥ നടപടികളിലും പ്രതിഷേധിച്ചുകൊണ്ട് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് R. രാമു ഉദ്ഘാടനം ചെയ്തു. 24 മണിക്കൂറും വിശ്രമരഹിതമായ പാവപ്പെട്ട ഈ വീഡിയോഗ്രാഫർമാർ ഉറക്കവും ഊണും ഒക്കെ ത്യജിച്ച് വീട്ടിലും പോകാതെ വല്ലാതെ വേദനയും ത്യാഗവും സഹിച്ചുകൊണ്ടാണ് ഈ 40 ദിവസക്കാലം തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് ഏത് ഉദ്യോഗസ്ഥ പ്രമാണിയായിരുന്നാലും പരമസാധുക്കളായ തൊഴിലാളികളുടെ കൃത്യമായ വേതനം കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ പ്രമാണിയുടെ വീട് വളയും. നമ്മൾ ഒരു സംശയമാണ് കേട്ടോ, നമ്മൾ വീട് വളയണം. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിലെ തൊഴിലാളികളുടെ ജീവിതകാലം ഇപ്പോൾ ചുമട്ട് തൊഴിലാളിയുടെ നേതാവാണ് ഞാൻ. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനാണ് ഞാൻ. 800 കോടി രൂപയാണ് ചുമട്ട് തൊഴിലാളികൾ പ്രതിവർഷം ശമ്പളം വാങ്ങുന്നത്. 800 കോടി രൂപ. കേരളത്തിലെ ചുമട്ട് തൊഴിലാളികൾ ആർക്കും വേണ്ടാതെ, വീട്ടിൽ പോലും കയറ്റാതെ, പെണ്ണുപോലും കിട്ടാത്ത ഒരവസ്ഥ ചുമട്ട് തൊഴിലാളിക്കുണ്ടായിരുന്നു. ചുമട്ട് തൊഴിലാളി അവന് വീട്ടിൽ കയറ്റാൻ പറ്റില്ല. അത്ര നികൃഷ്ടമായി. പണ്ട് പാവം ഈ നാടിൻ്റെ സാമൂഹ്യ ജീവിതതലം ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലേക്ക് ചേക്കേറി അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഗുണ്ടകളുടെ മർദ്ദനമേറ്റ്, മുതലാളിമാരുടെ പൈശാചികമായ മർദ്ദനമേറ്റ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുത്തിരുന്നവരാണ് തൊഴിലാളി. യൂണിയൻ ഭാരവാഹികളായ ഹക്കീം മണ്ണാർക്കാട്, YS ബിനുകുമാർ, ലിബിൻ ജോൺ, പ്രകാശ്, പ്രവീൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡയറി കേരളം, തിരുവനന്തപുരം.